ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 12 ഭക്തിയോഗം. ശ്ലോകം 12. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗ ത്യാഗാച്ഛാദിരനന്തരം. വിവർത്തനം: നിനക്ക് ഇത് പരിശീലിക്കാൻ സാധ്യമല്ലെങ്കിൽ ജ്ഞാനാർജനത്തിന് ശ്രമിക്കുക. ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് ധ്യാനം. ആ ധ്യാനത്തെക്കാൾ വിശിഷ്ടമത്രേ കർമ്മഫലങ്ങളെ ത്യജിക്കൽ. എന്തെന്നാൽ ത്യാഗത്താൽ മനഃശാന്തി ലഭിക്കും. ഭാവാർത്ഥം: മുമ്പ് പറഞ്ഞതുപോലെ ഭക്തിപൂർവകമായ സേവനം 2 വിധമുണ്ട്. നിബന്ധനകൾക്ക് വഴങ്ങിക്കൊണ്ടുള്ള സേവനവും പരമദിവ്യോത്തമ പുരുഷനിൽ സമ്പൂർണ്ണ പ്രേമാസക്തിയോടെയുള്ള സേവനവും. കൃഷ്ണാവബോധത്തിൻ്റെ നിബന്ധനകൾക്ക് വഴങ്ങാനാവാത്തവർ ജ്ഞാനാർജനത്തിന് ശ്രമിക്കുകയാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനത്താൽ തൻ്റെ സ്വരൂപമെന്തെന്നറിയാൻ അയാൾക്കു കഴിയും. ക്രമേണ ജ്ഞാനം ധ്യാനത്തിലേക്ക് വഴിതെളിക്കും. ധ്യാനത്തിൽ ക്രമേണ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയും ചെയ്യും. താൻ തന്നെയാണ് ദൈവം എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രക്രിയകളുമുണ്ട്. അത്തരം വഴികളാണ് ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടാനാവാത്തവർക്ക് കൂടുതൽ നല്ലത്. ഇങ്ങനെ ധ്യാനിക്കാനും കഴിവില്ലെങ്കിൽ വേദവിധിയനുസരിച്ച് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർക്ക് വെവ്വേറെ വിധിക്കപ്പെട്ടിട്ടുള്ളവയും ഭഗവത്ഗീതയുടെ അന്ത്യ അധ്യായത്തിൽ പറയുന്നവയുമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഏതുവിധമായാലും കർമ്മഫലങ്ങളെ ത്യജിക്കുന്നത് ആവശ്യമാണ്. കർമ്മഫലങ്ങളെ നല്ലൊരു കാര്യത്തിനായി ഉപയോഗിക്കണമെന്നർത്ഥം. ചുരുക്കത്തിൽ സമുത്കൃഷ്ട ലക്ഷ്യമായ പരമ ദിവ്യോത്തമ പുരുഷനെ പ്രാപിക്കാൻ 2 പ്രക്രിയകളാണുള്ളത്. ക്രമികമായ വളർച്ച കൊണ്ടുള്ളതാണ് ഒരു മാർഗം. മറ്റേ മാർഗം നേരിട്ടുള്ളതും. കൃഷ്ണാവബോധത്തോടെയുള്ള ഭക്തി സേവനമത്രേ നേരിട്ടുള്ള മാർഗം. കർമ്മഫലത്യാഗം ഉൾക്കൊള്ളുന്നതാണ് മറ്റേത്. കർമ്മഫലത്യാഗം ജ്ഞാനത്തിലേക്കും പിന്നീട് ധ്യാനത്തിലേക്കും പരമാത്മജ്ഞാനത്തിലേക്കും അവസാനം ഭഗവത് സാക്ഷാത്കാരത്തിലേക്കും നയിക്കുന്നു. പടിപടിയായി നീങ്ങുന്ന ഈ വഴിയോ പെട്ടെന്നെത്തുന്ന നേരിട്ടുള്ള വഴിയോ സ്വീകരിക്കാം. നേരിട്ടുള്ള മാർഗം എല്ലാവർക്കും സ്വീകരിക്കാനാവില്ല. അങ്ങനെയുള്ളവർ മറ്റേതെങ്കിലും വഴിയിലൂടെ മുന്നേറുകയാണ് ഉത്തമം. അർജുനന് ഉപദേശിക്കപ്പെട്ടത് ആ വളഞ്ഞ വഴിയല്ലെന്നോർക്കണം. അദ്ദേഹം പ്രേമയുത ഭഗവത് സേവനത്തിൽ നിരതനാണല്ലോ ഇപ്പോൾ തന്നെ. ആ ഉന്നത നിലയിലെത്താത്തവർക്കു വേണ്ടിയാണ് ത്യാഗം, ജ്ഞാനം, ധ്യാനം, ബ്രഹ്മസാക്ഷാത്കാരം, പരമാത്മ സാക്ഷാത്കാരം എന്നിങ്ങനെയുള്ള പടിപടിയായുള്ള കയറ്റം വിധിക്കപ്പെട്ടിട്ടുള്ളത്. ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം നേരിട്ടുള്ള മാർഗത്തിൽ തന്നെയാണ് അതിൻ്റെ ഊന്നൽ. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണന് സ്വയം സമർപ്പിക്കുകയും വേണമെന്നതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.